ഹലോ ഗൈസ്, എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മുടെ പൂരം കഴിഞ്ഞിട്ട് എല്ലാ ആനകളും തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. കുറേ ആനകൾ വെള്ളം കുടിക്കുന്നുണ്ട്, കുറേ ആനകൾ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആനപ്രേമി എന്ന ഒരാൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒന്നായിരിക്കും കേട്ടോ. ഓക്കെ, സോ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, ഇത് ഇവിടെ ആനക്ക് കൊടുക്കാനായിട്ടുള്ള ഒരുപാട് പട്ട ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ആനക്ക് ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ കൊടുത്തതാണ് തോന്നുന്നു. കണ്ടോ, ഇതേ ഇപ്പോൾ അടുത്ത ആനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 പട്ട കൊണ്ടുപോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് വരുന്നതിന് മെയിനായിട്ടൊരു കാര്യം നമ്മൾ ഈ ആനകളെ കാണാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇതേ ഒരു ആന തന്നെ ഒന്ന് ഇങ്ങോട്ട് മാറട്ടെ. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് രാത്രി ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി, അത്രയും സന്തോഷം നൽകുന്ന അത്രയും മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇവിടെ മൊത്തം 30 ആനകളുണ്ട്. 30 ആനകളിലും ഇപ്പോൾ പൂരം കഴിഞ്ഞിട്ട് കുളിപ്പിച്ചിട്ട് വെള്ളം കൊടുത്തിട്ട് നിർത്തിക്കുകയാണ്. ഇതാ ഈ ആന ഇവിടെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിക്കുക. ഒരു പാറമേക്കാവ് ദേവസ്യ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്താണ് ഉണ്ടാവും. എന്തായാലും എല്ലാവരും തന്നെ ആ ഒരു പൂരത്തിൻ്റെ ഒരു ആവേശത്തിലാണ്. രാത്രികാലത്തെ പരിപാടിയാണ്. അതായത് രാത്രി ആനകളൊക്കെ ഒരു ഇതെല്ലാം തന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ കണ്ടോ. അവിടുന്ന് ഒരു ആംബുലൻസ് വരുന്നുണ്ട്. നൈറ്റായ കാരണം നല്ല ക്രൗഡ് ഉണ്ട്. അതുപോലെ നമ്മൾ രാവിലെ വന്ന കാരണം നല്ല ടയർനെസ്സും ഉണ്ട്. സോ ഒരുപാട് ആനകൾ അതാ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഇതാ വേറൊരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ. അത് രാജേന്ദ്രൻ ഹലോ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാം. അവിടെ ഉണ്ടോ 1 2 3 4 5 6 7 9 10 ആനകളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങനെ ചെന്ന് നോക്കാം. ഞാൻ അവിടെ നിന്ന് വരുന്ന ടൈമിൽ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസ് ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിക്കേണ്ടതെന്ന് തോന്നുന്നു അവിടുന്ന്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അതെ, അവിടെ ഒരു ആന കുളിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാന്ന് തോന്നുന്നു. വെള്ളം കുടിച്ച് മേത്തും വെള്ളം വെക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, അപ്പുറത്തെ സൈഡിലേക്ക് എന്തെങ്കിലും നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. ആനകളല്ലാതെ ഇവിടെ ഇതാ ഒരുപാട് ആനകൾ ഇതട്ടെ. അതെ, ഒന്ന് ഇത് നിൽക്കുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 13 ആനകൾ ഈ ഒരു സൈഡിലായിട്ട്. ഇവിടെ ഈ ആനകളൊക്കെ കാണാം. അതിന് ശേഷം ഇതിൻ്റെ അപ്പുറത്തും കുറച്ച് ആനകളുണ്ട് കേട്ടോ. ഓക്കെ, അവിടെയും കൂടി നമുക്ക് പോയി നോക്കി നോക്കാം.
ഇവിടെ ഒരുപാട് ആനകളുണ്ട് കേട്ടോ. ഇതൊന്നും നേരത്തെ കണ്ടിട്ടില്ല. ഇത് ഇവിടെ 1 2 3 4 5 ആനകളുടെ ഇവിടെ വേറെ ഉണ്ട്. ഞാൻ ആകെ ഒന്നേ കണ്ടിട്ടുള്ളൂ. ഇതേ ഈ നിൽക്കുന്ന ഒരു ആനയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കിലൊക്കെ വേറെ ആനകളുണ്ട്. ഈ ആനനെ കണ്ടിട്ട് തന്നെ ഇല്ല, ഈ ആന ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല. തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്നു. ഈ ആനകൾ നോക്കിക്കായിരുന്നു. അപ്പോഴാണ് ഇത് ബാക്കിൽ കണ്ടത്. ഇത് ഇവിടെ ഒരു ആന വെക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ ഇത്ര ആനകളൊക്കെയാണ് ഉള്ളത്. ഇത്ര ആനകൾ എന്നല്ല കാരണം ഒരുപാട് ആനകളുണ്ട്. ഞാൻ ശരിക്കും ഇത്ര ആനകൾ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടെന്നല്ല, ചുമ്മാ അതിനെ ഇറങ്ങിയതാണ് കേട്ടോ. മറ്റേ ആനകൾ പോണത് കണ്ടിട്ട്. ഈ പാറമേക്കാവ് അതിൻ്റെ ഒരു ബാക്കിലായിട്ടാണ്. ഇത് എത്ര വെച്ചിട്ടാ ടോട്ടൽ എത്ര ഉണ്ട് ഇവിടെ നോക്കാം. 1 2 3 4 5 6 7 8 എണ്ണം ഈ ഒരു ഭാഗത്തിട്ടാ. ഓക്കെ, അത് 8 എണ്ണല്ലേ? അതെ, 1 2 3 4 5 6 7 ഓക്കെ 8. അതിന് ശേഷം ഈ ലോറിയുടെ ബാക്കിലായിട്ട് ഒന്നുണ്ട് കേട്ടോ. 9 ഇതെവിടെ 10 11 12 പിന്നെ 13 14 ഓക്കെ 14 ഇവിടെ 15 16. ഇത് ഉണ്ണിക്കുട്ടൻ്റെ ലോറി ഇത് എടുക്കാൻ കേട്ടോ. ലിബർട്ടി ഉണ്ണിക്കുട്ടൻ്റെ നമ്മുടെ പട്ടാമ്പിയത്തെ. ഇപ്പം നമ്മളെത്ര എണ്ണിയത് 16 അല്ലേ? ഓക്കെ 16 ഇതുവരെ 16 ഉണ്ട്. 17 18 19 20 20. ഇതിൻ്റെ ബാക്കിലായിട്ട് 21. പിന്നെ ഇത് അവിടെ ഒന്നുണ്ട് 22. ഓക്കെ, പിന്നെ അതാ 23 ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ വന്നപ്പോൾ 2-3 ആളിനെ അങ്ങോട്ട് ചെന്ന്. അപ്പോൾ 21 24 25 26 അവിടുന്ന് ഒരു 3 എണ്ണം പോകുന്നത് കണ്ടിരുന്നു. മൊത്തം ഒരു ടോട്ടൽ 30 ആനകളോളം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ട്. ഓക്കെ, എന്താ ചേട്ടൻ ഇവിടെ പട്ടൊക്കെ ആനക്കൊണ്ട് പോകുന്നുണ്ട്. അവിടുത്തെ ഒരു ആന ഒച്ച ഉണ്ട് കേട്ടോ. ചിഹ്നം വിളിക്കുന്നു. അത് ഈ ആന ഇവിടെ കുളിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത്. ഇത് അവിടുന്ന് വേറൊരു ആന വരുന്നുണ്ട് കേട്ടോ. ഈ ആന എന്തായാലും ഇവിടെ കുളിക്കുകയാണ്. ഇത് അവിടുന്ന് വേറൊരു ആന വരുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും ആന വരാനുണ്ടാവും, അറിയില്ല. അത് അവിടുന്ന് വേറെ ഒന്ന് വരുന്നുണ്ടോ. അവിടെ കണ്ടല്ല കേട്ടോ. അവിടെ കാണാത്ത ഇവിടെ വേറെ 2 ആനകളുണ്ട്. അപ്പോൾ എത്രയായി മൊത്തം? നമ്മൾ 30 31 32 കേട്ടോ. ഓക്കെ 32. ഇവിടെ അത് വേറെ ആന വരുന്നുണ്ട് 33. ഓക്കെ, ശരി. അത് വേണ്ട. മറ്റേ ഞാൻ കണ്ടു തുടരുന്നില്ല. അതല്ലേ ആദ്യ സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. പണി കൊടുക്കില്ല.
ഇതാ ഈ ആനനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു കേട്ടോ. അതെ, ഇപ്പോൾ വന്ന ആന. ആളിവിടെ വാന്ന് കൊണ്ട് വിളിക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസം വരുന്നുണ്ട് കേട്ടോ. അറ്റത്തുനിന്ന് കാണില്ല, ഞാൻ ജസ്റ്റ് തെച്ചിക്കോട്ടുകാവ് ദേവിദാസം വരുന്നത്. ഇതിനും കുളിപ്പിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിൽ ആന ഉണ്ടായിരുന്നു, കണ്ടില്ല. 3 സൈഡിലാണ്. അയ്യോ, ഇതാ ഇവിടെ തെച്ചിക്കോട്ടുകാർ ദേവിദാസനെ കേട്ടോ കുളിപ്പിക്കുന്നത്. നേരത്തെ 2 കുളിപ്പിച്ച ആനിതാ അവിടേക്ക് പോണു. ചിലപ്പോൾ നമ്മൾ വരാൻ ലേറ്റ് ആയതായിരിക്കും. ഈ കണ്ട ആനകളൊക്കെ അങ്ങനെ കുളിപ്പിച്ച് കയറ്റിയായിരിക്കും അല്ലേ. Gracias.